വിവാഹത്തിന് ശേഷം തുടരെ വ്ളോഗുകളിട്ട് പ്രേക്ഷകരെ എല്ലാവരെയും തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും അനുമോൾ അറിയിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ ഭുവനേഷിൻ്റെ ഫ്ലാറ്റിൽ വന്നതിന് ശേഷമുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാണുന്നത് എന്നുകൂടി നമുക്ക് പറയാം. ഇപ്പോഴിതാ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഭുവനേഷിൻ്റെ വീട്ടിലെത്തി അമ്മായിയമ്മ എഴുന്നേൽക്കുന്നതിന് മുൻപേ തന്നെ അനുമോൾ എഴുന്നേൽക്കുകയും അവിടെ സ്റ്റൂ വരെ വച്ചു തീർക്കുകയും ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് അമ്മായിയമ്മ എഴുന്നേൽക്കുന്നതിന് മുൻപേ തന്നെ അനുമോൾ ഉണ്ടാക്കിയതായി തന്നെ വ്ളോഗിൽ കാണുന്നു. അമ്മായിയമ്മ എഴുന്നേറ്റ് വന്നതിന് ശേഷം ഇതെല്ലാം കണ്ട് ഇപ്പോൾ അന്താളിച്ച് നിൽക്കുകയാണ്. എന്നാൽ അമ്മയ്ക്ക് ഒരു കോഫി ഇട്ട് തരട്ടെ എന്നുകൂടി അനുമോൾ ചോദിക്കുന്നതിലൂടെ തന്നെയാണ് പ്രേക്ഷകർ നമ്മൾ ആരും വിചാരിച്ചതുപോലെയല്ല അനുമോൾ എന്ന് പറയുന്നത്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങുമ്പോൾ അനുമോൾക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതിനു മുൻപേ തന്നെ ഇതൊക്കെ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കണം. അവരും ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകുമല്ലോ. ഇതുവരെ അങ്ങനെ ആരും അവരുടെ ജീവിതത്തിൽ ചെയ്തു കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അനുമോൾ അത് ചെയ്തു കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്നേഹമുണ്ട്. അതൊരു ശരി തന്നെയാണ്. പലരും ഇതിനെ പല നെഗറ്റീവിലൂടെയാണ് കാണുന്നത്. ഇതൊക്കെ എത്ര നാളത്തേക്കെന്നാണ് ഭൂരിഭാഗം കമൻറ്റുകളും വരുന്നത്. എത്ര നാളത്തേക്കാണെങ്കിലും ശരി, അതാദ്യമൊക്കെ ചെയ്യാൻ കാണിക്കുന്ന മനസ്സും വളരെയധികം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിരാവിലെ എഴുന്നേറ്റ് തന്നെയാണ് അമ്മ എഴുന്നേൽക്കുന്നതിന് മുൻപേ അവിടെ അടുക്കളയിൽ സ്റ്റൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ പെൺകുട്ടി തയ്യാറാക്കിയത്. അത് നമ്മൾ ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പ്രേക്ഷകരും അത് തന്നെ ചോദിക്കുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ ഈ ഒരു വാർത്തയെക്കുറിച്ച് കാണുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയും ചെയ്യുന്നു. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്നുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കാം. പ്രേക്ഷകർക്ക് അത് മനസ്സിലാകുന്നുണ്ട് എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ആരാധകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുന്നതിന് കാരണങ്ങളുണ്ട്. ഓരോ തവണയും ആരാധകർ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ആരാധകർക്ക് അത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അനുമോളുടെ വീഡിയോയ്ക്ക് ഇത്രയും അധികം ആളുകൾ കാത്തിരിക്കുന്നത്. വിവാഹശേഷം കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടൊരു വ്ളോഗുമായി താൻ എത്തുമെന്ന് അനുമോൾ വാക്ക് നൽകിയിരുന്നുവെങ്കിലും ഇതുവരെയും അക്കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞെത്തിയിട്ടില്ല. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് പ്രേക്ഷകർ. അതിനു മുമ്പ് വരെയുള്ള എല്ലാ വീഡിയോകളും ഇത്തരത്തിൽ വ്യൂകൾ കൂടിക്കൊണ്ടേയിരിക്കും. ഓരോ കാര്യങ്ങളും അനുമോൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഭുവനേഷിൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ആദ്യ ദിവസം ഭുവനേഷിൻ്റെ വീട് എങ്ങനെയിരിക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അനുമോൾ പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്നുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കാനും പറയാനും ഒക്കെ സാധിക്കുന്നു എന്നുകൂടി നമുക്ക് പറയാം. പ്രേക്ഷകർക്ക് അത് വളരെയധികം ഇഷ്ടമാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഓരോ തവണയും ആരാധകർ ഇതെല്ലാം സ്നേഹിക്കുകയും അതുപോലെ തന്നെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അനുമോളുടെ പ്രത്യേകിച്ച് സാധാരണ കുടുംബത്തിൽ ജനിച്ചൊരു കുട്ടിയായതുകൊണ്ട് തന്നെ ഇതൊന്നും അനുമോൾക്കാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. വളരെ ചെറുതിലേ അത് കണ്ട് ശീലിച്ചൊരു കുട്ടി തന്നെ ആയിരിക്കുമെന്നും ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതും ഒരു സത്യം തന്നെയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.